ഇല്ല, കേൾക്കേണ്ടത് ഞാനാണല്ലോ. തീരുമാനം സന്തോഷം, അഭിമാനം. പ്രത്യേകിച്ച് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ വളരെ ചുരുക്കം ഒരു 5-6 മാസം മാത്രം പഠിപ്പിക്കാൻ വന്ന ഒരു അധ്യാപകനാണ് ഞാനൊരു ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് വന്ന് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഒരു പേപ്പർ, ഏത് ബാച്ചിൽ നിന്നൊക്കെ ഞാൻ മറന്നുപോയി, പഠിപ്പിച്ചു. പ്രവീണെ മാത്രം എനിക്കറിയാം. കാരണം എന്താ വെച്ചാൽ പ്രവീണ മാഗസിൻ എഡിറ്റർ ആയിരുന്നില്ലേ? ഇല്ല, എന്നാലും പ്രവീണ പറഞ്ഞിട്ടാണ് മാസികയ്ക്കകത്ത് ഞാനൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. പണ്ടൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷം പരമേശ്വരപിള്ള സാറുള്ളൊരു വേദി വന്ന് സംസാരിക്കാൻ സാധിക്കുക. പണ്ടാണെങ്കിൽ ഇത്രയും ധൈര്യമൊന്നും കാണില്ല. ഇപ്പം നമ്മൾ ഗ്രാജുവേറ്റ് ചെയ്തു, അതിൽ നിന്നൊക്കെ പേടിയൊന്നും ഇല്ലാതായിരുന്നു. നമ്മൾ ആരുടെ മുമ്പിലാണ് ഇരിക്കുന്നത്? കേരളത്തിലെ അക്കാഡമിക് രംഗത്ത് കൊളോസൽ ഫിഗർ, പ്രത്യേകിച്ച് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞില്ല, SSLC പരീക്ഷ നമ്മുടെ സംസ്ഥാനത്ത് അന്ന് വളരെ അതിന് വലിയ പ്രശസ്തിയൊന്നും ഇല്ലായിരുന്ന സമയത്ത് സ്റ്റേറ്റ് ടോപ്പ് റാങ്ക്, ഏത് റാങ്കാന്ന് ഞാൻ ഓർമ്മയില്ല, 1, 2, 3 ആണ് റാങ്ക് വാങ്ങിച്ച ആളാണ് നമ്മുടെ മുന്നേ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് +2 അതിന് റാങ്ക്, തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് റാങ്ക്. അന്ന് യൂണിവേഴ്സിറ്റിയുടെ കൂടെ ഇന്റർമീഡിയറ്റ്, അന്ന് ഇന്റർമീഡിയറ്റ്. അത് കഴിഞ്ഞ് BSc എഞ്ചിനീയറിംഗ് നമ്മുടെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഫസ്റ്റ് റാങ്ക്. MSc എഞ്ചിനീയറിംഗ് തുടങ്ങിയപ്പോൾ അതിന്റെ ആദ്യത്തെ ബാച്ചിൽ ഫസ്റ്റ് റാങ്ക്. IIT ഖരഗ്പൂരിൽ നിന്ന് PhD, അതിന് റാങ്ക് ഇല്ലാത്തത് കൊണ്ട് കിട്ടിയില്ല. അതിനുശേഷം അധ്യാപകനായി, വളരെ പെട്ടെന്ന് പ്രൊഫസറായിരുന്നപ്പം ഗവേഷണം ചെയ്തതിൽ വലിയ, അന്നത്തെ കാലത്ത് ഗവേഷണമൊന്നും ഒന്നുമേ അല്ലായിരുന്നു, അതിന് യാതൊരു പ്രൊമോഷനും ഇല്ലായിരുന്നു. സാറ് തന്നെ ഒരിക്കൽ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, when I hear the word research I look for my gun എന്നാണ് അന്നത്തെ അധികാരികൾ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറയുമായിരുന്നു. സാറ് ആ സമയത്ത് ഒരുപാട് പബ്ലിക്കേഷൻ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ആദ്യം പുറത്തു വരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഗൂഗിൾ സ്കോളർ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ചെന്നിട്ട് സാറിന്റെ പേര് കൊടുത്താൽ, സാറ് ഗവേഷണം ചെയ്തത് കപ്പാസിറ്ററിന്റെ ഫ്രിഞ്ച് എഫക്ട് വെച്ചിട്ട് കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ വ്യത്യാസത്തിന്റെ പേപ്പർ 1970s സൈറ്റഡ് ഈവൻ ടുഡേ, ആഫ്റ്റർ 50 years സൈറ്റഡ് ഈവൻ ടുഡേ. അതായത് അൺഇമാജിൻ, അതല്ല കൺസൾട്ടൻസി. ആ വാക്ക് കേൾക്കുന്നതിന് മുമ്പ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ഇരുന്നുകൊണ്ട് കൺസൾട്ടൻസി ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് LBSന്റെ പേര് അന്ന് വായിക്കൊള്ളാത്തൊരു പേരായിരുന്നു. LBS ERCC എന്നാണ്, ലാൽ ബഹദൂർ ശാസ്ത്രി എഞ്ചിനീയറിംഗ് റിസർച്ച് ആൻഡ് കൺസൾട്ടൻസി സെന്റർ. ആദ്യമായിട്ട് കമ്പ്യൂട്ടറിന്റെ കോഴ്സ് കേരളത്തിൽ തുടങ്ങുന്ന സാറാണ്. കൊബോൾ പ്രോഗ്രാമിംഗിൽ ഞാൻ പഠിച്ചു. അതിനകത്ത് ലീല ടീച്ചർ ഉണ്ടായിരുന്ന സമയത്താണ് RPR സാർ പഠിപ്പിച്ചത്. ആദ്യമായിട്ട് കമ്പ്യൂട്ടർ കോഴ്സ് തുടങ്ങി. കേരളത്തിലെ ആദ്യത്തെ ഗവേണൻസ് സംരംഭത്തിന് നേതൃത്വം കൊടുത്ത അദ്ദേഹമാണ്. നിങ്ങൾ ചിലപ്പം അത് പരിചയം കാണും. 1984 മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി തുടങ്ങിയപ്പോൾ അതിന്റെ മാർക്ക് ലിസ്റ്റ് കമ്പ്യൂട്ടറിൽ അടിച്ചു. കൊബോളിൽ പ്രോഗ്രാം എഴുതിയാണ് അത് ചെയ്തത്. അതിന്റെ നേതൃത്വം കൊടുത്ത LBS ആണ്. സാറിന്റെ ഡയറക്ടറായിരുന്നു ചെയ്തത്. ഇതിനിടയ്ക്ക് എന്നെ സംബന്ധിച്ച് ഞാനന്ന് എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ച് 85 ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ ഫൈനൽ പരീക്ഷ എഴുതിയിട്ട് ഞാൻ പുറത്തോട്ട് വരുന്നു. ആ കഥവിന്റെ ഇവിടെ എന്റെ ടീച്ചർ, സാറിന്റെ വൈഫ് ഡോക്ടർ ഭരതകുമാരിയോടെ നിൽക്കുന്നു. പിള്ള സാറിന് കാണണം എന്ന് പറഞ്ഞു. എനിക്കിത് ആരാണെന്ന് അറിഞ്ഞൂടാ. ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു, സാറിനെ കാണാൻ പോയി. ഞാനന്ന് NTPCയിൽ എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒക്കെ ആയിട്ടിരിക്കുകയാണ്. ഞാൻ സാറിൻ്റെ അടുത്ത് 1 മണിക്കൂർ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ മെന്റർഷിപ്പും അദ്ദേഹത്തിന്റെ കമാൻഡും കൂടെ പറയാനാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു പോണ്ടാന്ന് പറഞ്ഞു, NTPC പോണ്ടാന്ന് പറഞ്ഞു. പോയിരുന്ന ഞാൻ രാമകുണ്ടത്ത് എവിടെയെങ്കിലും ചീഫ് എഞ്ചിനീയർ ആയിട്ട് റിട്ടയർ ചെയ്തത്. He told me you are destined to be a teacher എന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ പിറ്റേ ദിവസം തന്നെ അവിടെ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് ജോലി തന്നു. 600 രൂപയായിരുന്നു ശമ്പളം. ഞാൻ അവിടെ നിന്നു. എനിക്ക് IIT പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. 2 മാസം വീട്ടിൽ ഇരുന്ന് പ്രിപ്പയർ ചെയ്തോളാൻ പറഞ്ഞു. ഭാഗ്യത്തിന് എനിക്ക് ഗേറ്റ് പാസ്സാകാനത്ത് IIT പോയി പഠിച്ചു. ഞാൻ തിരിച്ചു വന്ന് സാറിൻ്റെ അടുത്ത് തന്നെ PhDക്ക് ജോയിൻ ചെയ്തു. സാർ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡറാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. നമ്മുടെ കോളേജ് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പോൾ ഞാൻ പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിൽ അപ്പോൾ ലെക്ചറായി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് 1 വർഷം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ലീവ് വേക്കൻസിയിലായിരുന്നു. ജോലി ഇല്ലാതായപ്പോൾ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഒന്ന് പഠിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കണ്ണൂർ വരുന്നത്. എന്നെ ആരൊക്കെ കൊണ്ട് ട്രെയിനിൽ സ്നേഹപൂർവ്വം കയറ്റി വിടുമായിരുന്നു. ജിതേന്ദ്രനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ജിതേന്ദ്രൻ കൂടെ ഉറപ്പ് പറഞ്ഞാലേ പറയാനുള്ളൂ. ഈ ക്ലാസ് കഴിയുമ്പോൾ, ശനി ഞായറും ക്ലാസ് കഴിയുമ്പോൾ എന്നെ ഞായറാഴ്ച ട്രെയിനിൽ വൈകുന്നേരം കയറ്റി വിടും, ഭക്ഷണമൊക്കെ വാങ്ങിച്ചത് വെച്ച് ഫോണ്ട് മെമ്മറി. പിന്നെ അടുത്തൊരു ഡെൽമൂൺ എന്ന് പറഞ്ഞൊരു ലോഡ്ജ് ഉണ്ടായിരുന്നു, അവിടെയാണ് താമസിച്ചത്. കൂടെ ജനാർദ്ദനയ്യർ സാറ്, RPR സാർ, പിന്നെ മെക്കാനിക്കലിൽ 2-3 പേരുണ്ടായിരുന്നു. ജനാർദ്ദനയ്യർ സാർ എന്നെ പഠിപ്പിച്ചാണ്, അദ്ദേഹം മരിച്ചുപോയി. അതിന് അടുത്തൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്. ആ സിനിമയുടെ ടിക്കറ്റൊക്കെ എൻ്റെ അടുത്ത് ഇപ്പോഴും ഇരിപ്പുണ്ട്. ഞാൻ ഈ പഴയ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് വയ്ക്കുന്നത് കൂട്ടത്തിലുള്ള ആളാണ്. കവിതാ തിയേറ്റർ. അതിൽ നമ്മുടെ ജയറാമും പാർവതിയും അവർ വിവാഹിതരാകുന്നതിന് മുമ്പ് ഏതോ ഒരു സിനിമ, കനവത്തൂർ ഏതാ സിനിമ എനിക്ക് ഓർമ്മയില്ല, അത് പറഞ്ഞ കണ്ട്
വികാരതരളിതനായത് ഓർമ്മയുണ്ട്. ഞാൻ 2 വാക്ക് മാത്രം പറഞ്ഞു നിർത്താം. 4 മിനിറ്റ് വാച്ചൊന്നും നോക്കാറില്ല. അതിന് മുമ്പ് എൻ്റെ അടുത്ത് സംഘാടകർ പറഞ്ഞു, ഈ സമയം കുറച്ചെങ്കിലും പറയാനുള്ള വേറെ ഒരുപാട് കാര്യം എൻ്റെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തിനാ പുസ്തകം വാങ്ങിച്ചത്? ഞാനൊരു പ്രസംഗ തൊഴിലാളിയാണ്. ഒരു മാസം കുറഞ്ഞത് 25 യോഗത്തിലെങ്കിലും സംസാരിക്കും. അപ്പോൾ മിക്കവാറും എല്ലാ യോഗത്തിലും ഇതുപോലൊരു സാധനം തരും. ഒന്ന് ആലോചിച്ചു, ഒരു മാസം 25 എണ്ണം കിട്ടിയാൽ ഒരു വർഷം എത്രയാണ്? ഇത് മുഴുവൻ എവിടെ എന്ത് ചെയ്യും? വേറെ ആർക്കെങ്കിലും കൊടുക്കാനൊക്കെ? കാരണം അതിൽ നിങ്ങളുടെ സുന്ദരമായ മുഖമാണ്, ടീച്ചർ പ്രത്യേകം പറഞ്ഞു സുന്ദരനാണെന്ന് പറഞ്ഞു, സുന്ദരനായിട്ടുള്ള മുഖമാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇതാർക്കെങ്കിലും കൊടുക്കാനൊക്കെ? ആർക്കും കൊടുക്കാൻ. പിന്നെ അതിനൊരു വൈകാരികതയുണ്ട്. നമ്മളെ ബഹുമാനിക്കാനായിട്ട് കുറച്ച് പേര് തന്നൊരു സാധനത്തിന് എടുത്ത് നമുക്ക് ആകെ കൊടുക്കാമെന്ന് ആക്രിക്കുകയാണ്, അദ്ദേഹം എന്തും വാങ്ങിക്കും. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കൊരു കുറ്റബോധം തോന്നുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കൊരു പുസ്തകം തന്നാൽ മതി. ഈ പുസ്തകം ബിൽ ബ്രൈസൺ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ഓതേഴ്സാണ്, ബിൽ ബ്രൈസണും യുവാൽ ഹരാരി. നിങ്ങളും വായിക്കുക. ഈ പുസ്തകം, എനിക്ക് തന്ന പുസ്തകം എന്താ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ, ഒരു വീടിന്റെ ഓരോ മുറികളുടെയും ചരിത്രം പറഞ്ഞിരിക്കുക. ഡ്രോയിങ് റൂം, അതിന് ഏറ്റവും രസം ബാത്റൂമിന്റെ ചരിത്രം വായിക്കണം. ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും എങ്ങനെയായിരുന്നു ബാത്റൂം ഉണ്ടായിരുന്നത്, എന്തൊക്കെയായിരുന്നു അതിന്റെ വിശേഷങ്ങൾ എന്നുള്ള അത്ഭുതകരമായ കാര്യമാണ്. ഗ്രീസിലെ ആൾക്കാർ വൈകുന്നേരം തമ്മിൽ കാണുമ്പോൾ ഇന്ന് എവിടെയാണ് കുളിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. കാരണം കുളിക്കുന്ന സ്ഥലം പൊതു ഇടമാണ്, തിയേറ്റർ പോലെ. അവിടെ ആൾക്കാർ പ്രത്യേകം നേരത്തെ ബുക്ക് ചെയ്ത് വന്നാലേ അവിടെ നിന്ന് കുളിക്കാനൊക്കെ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങളുള്ളൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലൊരു ചരിത്രം എഴുതപ്പെടേണ്ടതാണ്. പോട്ടെ, ഇനി 2 വാക്കേ പറയാനുള്ളൂ. ഏറ്റവും മനോഹരമായ ജീവിതത്തിലെ കാലഘട്ടം എന്താണെന്ന് അത് പിന്നിട്ട് കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, നഷ്ടബോധത്തോടെ അറിയുന്നത്. അത് നമ്മുടെ കോളേജ് ദിനങ്ങളാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആ സമയത്ത് അനുഭവിച്ചതെങ്കിലും അവിടുത്തെ പ്രണയം വിജയിച്ചാലും ഇല്ലെങ്കിലും ആ പ്രണയമാണ് ഏറ്റവും. ഇവിടെ ആരോ കണ്ടില്ല തിളക്കത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. എനിക്ക് കണ്ടപ്പോൾ ഓർമ്മ വന്ന്, ഞാൻ ഒരു ദിവസം ഒരു ക്ലാസ്സിലെ ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെ അങ്ങോട്ടോട്ട് നോക്കാറില്ല. നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കുന്നതായിരിക്കും. അവർ പ്രത്യേകിക്കുന്നു, നമ്മൾ പ്രത്യേകിക്കുന്നു. ഏതൊരു പെൺകുട്ടിയുടെ മുഖത്ത് പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കുണ്ട് ഈ നക്ഷത്ര കാലുകൾ ഇങ്ങനെ പല സൈഡിലോട്ട് ഇങ്ങനെ കാണുന്നതായിട്ട് ഒരു ഓർമ്മ, ഇങ്ങനെ കണ്ണിലെ തിളക്കത്തിന്റെ കാര്യം പറഞ്ഞു. ഒരിക്കലും പോണിയാതെ പോയ ആ പ്രണയമാണ് ലോകത്തെ ഏറ്റവും മനോഹരം എന്ന് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അന്ന് കേട്ട പാട്ട്, അന്ന് കണ്ട സിനിമ, അന്ന് വായിച്ച അന്നത്തെ നമ്മുടെ ആദർശങ്ങൾ എല്ലാം നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുക എത്രയോ മനോഹരമാണ്. ഈ കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് കൂടുതലും പുറകോട്ടാണ് നോട്ടം. നമ്മൾ ഇതുവരെ ദ ഫ്യൂച്ചർ ഓഫ് എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ. ഇപ്പൊ ഞാൻ തന്നെ കോളേജിൽ പോകുമ്പോഴത്തേക്കും പ്രസംഗിക്കാൻ പോകുമ്പോൾ പലരും ചോദിക്കുമായിരുന്നു, ചെറുപ്പമായിരുന്നപ്പോഴത്തേക്കും, താങ്കൾ എങ്ങനെ ഭാവി കാണുന്നു, വാട്ട് ഇസ് യുവർ ആംബിഷൻ? പക്ഷെ ഇപ്പോഴും ചോദിക്കുന്നത് അങ്ങനെയല്ല. സാറിന്റെ ഏറ്റവും നല്ല ഓർമ്മ ഏതാണ്? ഇനിയൊന്നും അതിന്റെ ഡ്രീമൊന്നും ഇല്ല, അതിലൊരു കാഴ്ചപ്പാടില്ല പറയുന്നു. പക്ഷെ ഇനിയുള്ള സമയം നമ്മൾ നമ്മുടെ യങ് ജനറേഷനുമായിട്ട് കണക്ട് ചെയ്തിരുന്നാൽ മാത്രമേ നമുക്ക് റിലവൻ്റ് ആയിട്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുവരാൻ. അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അവർ ക്യാമറ പിടിക്കുന്നത് പോലും വ്യത്യാസമാണ്. നമ്മൾ ന്യൂ ജനറേഷൻ ആണോ അറിയണമെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മളൊക്കെ പഴയ ക്യാമറ പിടിച്ച ശീലത്തിൽ ഇങ്ങനെയാണ് ക്യാമറ പിടിക്കുന്നത്, മൊബൈൽ പിടിക്കുന്നത് ഫോട്ടോ എടുക്കാനായിട്ട്. അവരെ ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ പിടിക്കുന്നു, ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യുന്നത്. ചെറുപ്പമാണോ അറിയാൻ ഒരു ചെറിയ ടെസ്റ്റാണ്. അത് ഞാൻ നോക്കിയത്, അത് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാം. ഇന്ന് അളവിൽ അങ്ങനെ പിടിച്ച് ചെറുപ്പമാകാൻ ശ്രമിക്കരുത്. അവരോട് അവരുടെ ഭാഷ, അവരുടെ കാഴ്ചപ്പാടുകൾ എല്ലാം സംസാരിക്കുക, അവരെ റിജക്റ്റ് ചെയ്യാതിരിക്കുക. നമുക്ക് ഏറ്റവും മനോഹരം നമ്മുടെ കാലഘട്ടമാണെങ്കിലും, ഞാൻ പാട്ട് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. നമ്മുടെ ചെറുപ്പക്കാരോട് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകാരനാണെന്ന് ഞാൻ ഒരിക്കലും സർവേയിൽ ചോദിച്ചു. നിങ്ങൾ ചിലപ്പോൾ ചിലർ കണ്ടു കാണും, ടി വിയിൽ ഞാൻ പറയുകയും ചെയ്തു. ഞാൻ കരുതി യേശുദാസ് അല്ലെങ്കിൽ ജയചന്ദ്രൻ അല്ലെങ്കിൽ ചിത്രമായിരിക്കുന്നു. 140 കുട്ടികൾ കേരളത്തിന്റെ ഓരോ ജില്ലയിൽ നിന്ന് 10 പേര് വന്നപ്പോൾ ചോദിച്ചപ്പോൾ അതിൽ ഒരു കുട്ടിയാണ് യേശുദാസ് എന്ന് പറഞ്ഞത്. 140 ഒരു കുട്ടി, ഏറ്റവും ഇഷ്ട ഗായകൻ യേശുദാസ്. ബാക്കി ഉള്ളവർ എന്താണ് സംസാരിക്കുന്നത്, ആരെയാണ് ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ ആ പേര് നമുക്ക് അറിഞ്ഞൂടാ. ഡബ്സി എന്നാണ് പേര്. അപ്പൊ ഞാനിത് ആരാന്ന് ചോദിച്ചു, മോൻ്റെ അടുത്ത് ചോദിച്ചു. മോൻ പറഞ്ഞ അച്ഛനൊന്നും അറിഞ്ഞൂടെ, ഇതൊക്കെ അറിഞ്ഞിട്ട് വേണ്ട ജീവിക്കുക, ഏറ്റവും കൂടുതൽ ആൾക്കാർ കേൾക്കുന്നതാണ്. ഞാൻ വിളിച്ച അമേരിക്കക്കാരനാണ്. അല്ല, കേരളത്തിൽ ഉള്ളതാ, മലപ്പുറത്തുള്ള ഒരാളാണ്. 4 മിനിറ്റ് ആയോ? അപ്പൊ ചോദിച്ചു. അപ്പൊ ഈ പാട്ടിനെ നമുക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം. എന്താ പാടിയിരിക്കുന്നത്? അത് നമ്മളൊക്കെ പാട്ടെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കണ്ണിൽ തിളക്കം വരുന്ന പാട്ടുകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് അതാണ് ഏറ്റവും മനോഹരമായ പാട്ട്. എന്നെ സംബന്ധിച്ച് ഞാനാണ് ഒരു പണിയും കൂടെ പുറകോട്ട. ഞാൻ 1970-കളിലാണ് എൻ്റെ നല്ല ഓർമ്മയിൽ പാട്ടുള്ളത്. പക്ഷേ ഞാൻ കണക്ക് നോക്കിയപ്പോൾ എനിക്ക് 60-ലെ പാട്ടാണ് കൂടുതലും ഇഷ്ടം. ആ പാട്ടിനെ ഇപ്പോഴത്തെ പാട്ടുമായിട്ട് നമുക്ക് എങ്ങനെ താരതമ്യം ചെയ്യാൻ ഒക്കുന്നുള്ളതാണ്. പാടുന്നതിലും വിരോധമില്ലെന്ന് തോന്നുന്നു. കാഞ്ചന നോപുരങ്ങൾ അഴിച്ചു വെച്ചു കാളിന്തി പൂനിലാവിൽ മയക്കമായി
ഈ പാട്ടും ഇപ്പൊ എൻ്റെ മകൻ കേൾക്കുന്നത് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് കുടിക്കുന്നവന്, പേനാക്കത്തി കൊണ്ട് ഹരിശ്രീ എഴുതിയവന് എന്നാണ് പാട്ട്. ഇതിങ്ങനെ നമ്മൾ ഈ വിടവെങ്ങനെ നമുക്കിത് അടയ്ക്കാം എന്നുള്ളതാണ് ഇനിയുള്ള കാലത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രശ്നം. ഒറ്റ കാര്യം മോനെ പറ്റി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അവര് വളരെ തുറന്ന മനസ്സോടെ സംസാരിക്കുന്നവര്, നമ്മുടെ കാര്യങ്ങളെയൊക്കെ വളരെ കേൾക്കാൻ തയ്യാറാണ്. പക്ഷെ അത് കഴിഞ്ഞ് തള്ളിക്കളയുന്നുള്ളത് ഇതൊക്കെ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിക്കും. ഞാനൊരിത്തിരി വിശ്വാസിയായിട്ടുള്ള ആളാണ്, വിശ്വാസം കൊണ്ട് നടക്കുന്ന ആളാണ്. പൊതുജീവിതത്തിലല്ല, നമ്മുടെ സ്വകാര്യമായിട്ടുള്ള ജീവിതത്തിൽ. മോൻ അങ്ങനെ ഒരു പരിപാടിയില്ല. ഞാനപ്പോൾ മോൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ഇതും കൂടെ നീ യു കൺസിഡർ ദിസ്, നമുക്കൊരു സ്പിരിച്വൽ ലൈഫ് ഉണ്ടാകുക, ചില പ്രശ്നങ്ങൾ ഒരു ഭാഗത്തേക്ക് നോക്കാൻ സാധിക്കുക, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശരി അച്ഛൻ അതിന് കുറച്ച് കാര്യം പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നമ്മുടെ ഗ്രന്ഥം എടുത്തു, ഭഗവത്ഗീത തുറന്നു, ഒരു പേജ് കിട്ടി. ഭഗവാൻ ശ്രീകൃഷ്ണൻ അങ്ങനെ വിശ്വരൂപത്തിൽ നിൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എന്തൊക്കെയാ പറയുന്നത്? ഞാനാണ് സത്യം, ഞാനാണ് നീതി, ഞാനാണ് സൗന്ദര്യം, ഞാനാണ് ശക്തി, ഞാനാണ് അക്ഷരങ്ങളിൽ ആ, ഞാനാണ് സന്ധികളിൽ ദ്വിത്വസന്ധി, ഞാനാണ് സൂര്യൻ, ഞാനാണ് ചന്ദ്രൻ, എല്ലാം അങ്ങോട്ട് പറയുകയാണ്. കുറച്ച് കേട്ടിട്ട് മോനെ എടുത്ത് തികച്ചത് ഭയങ്കര തള്ളാണല്ലോ. നമ്മളെ സാധാരണ ഒരു ആധ്യാത്മിക ചർച്ച നടത്തുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല നമ്മളെ കേൾക്കുന്നത്. പിന്നെ ഞാൻ ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ സഹായത്തിന് വന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഭഗവത്ഗീതയുടെ അവസാനം കൃഷ്ണൻ പറഞ്ഞിരിക്കുകയാണ്, ഈ ലെക്ചറൊക്കെ നടത്തുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സാണ് ഇരിക്കുന്നത്. ഈ ടീച്ചേഴ്സ് പഠിപ്പിക്കാൻ വരുമ്പോൾ ഭയങ്കരമായിട്ട് വാചകമൊക്കെ അടിക്കും. ഈ സബ്ജക്റ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒരു സബ്ജക്റ്റ് ഇല്ലാതൊക്കെ പറയിക്കും. അത് അവർക്ക് തന്നെ അറിയാം അങ്ങനെയൊന്നും അല്ല എന്ന്. പക്ഷേ ആ ക്ലാസിന്റെ ഒരു പഞ്ചിന് വേണ്ടി നമ്മൾ ആ സമയത്ത് അങ്ങനെ പറയുന്നു. കൃഷ്ണനും ഒരു നല്ല അധ്യാപകനും, അദ്ദേഹം അങ്ങനെ പറഞ്ഞതാണ്. കാരണം ഗീത വായിച്ച് അവസാനം ചെല്ലുമ്പോൾ ശ്രീകൃഷ്ണൻ ഈ ലെക്ചറൊക്കെ കഴിഞ്ഞൊന്ന് ക്ഷീണമൊക്കെ അടങ്ങി ഒരു ചായ കുടിച്ചതിന് ശേഷം അർജുൻ്റെ അടുത്ത് പറയുകയാണ്, അർജുന, ഞാൻ പറയേണ്ടതെല്ലാം പറഞ്ഞു. യു ആർ എൻഡോഡ് വിത്ത് ആൻ ഇന്റലക്ട്. ആ ഇന്റലക്ട് ഉപയോഗിച്ച് നീ ഇതിൽ തള്ളേണ്ടുന്നത് തള്ളുകയും കൊള്ളേണ്ടുന്നത് കൊള്ളുകയും ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് മാത്രമാണ് അവനെ ഇംപ്രസ് ചെയ്തത്. അപ്പൊ ഇദ്ദേഹം ഈ നമ്മുടെ ഭരണഘടനയും ഈ വേദപുസ്തകങ്ങളും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. ഭരണഘടനയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യവും നമുക്ക് വേണം മാറ്റാം. നമ്മൾ മൂന്നിൽ 2 ഭൂരിപക്ഷമുള്ള ആൾ എല്ലാവരും കൂടെ ചേർന്നിരുന്ന അതിന് മാറ്റം വരുത്താനാകും. പക്ഷെ നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ ഒന്നും തന്നെ മാറ്റാമൊക്കില്ല. അങ്ങനെ മാറ്റാൻ ഒക്കുന്ന ഒരേ ഒരു ഗ്രന്ഥമായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ്. ഇതിനകത്താണ് അങ്ങനെ ഒരു സാധനം പറഞ്ഞിരിക്കുന്നത്. ഒരു ഡൈനമിക് ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ ചുരുക്കി പറഞ്ഞത്, നമ്മുടെ കുട്ടികളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനും അവരുടെ ലോകം തിരിച്ചറിയാനും ഒരു വലിയ എഫേർട്ട് നമുക്ക് ആവശ്യമാണ്. നമുക്കൊരു റീ അഡ്ജസ്റ്റ്മെന്റ് ആവശ്യമാണ് അവരുടെ കൂടെ നിന്നാൽ. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് ഇനി പ്രസക്തി ഉണ്ടാവുള്ളൂ. നമ്മൾ അവർ ചെയ്യുന്ന എല്ലാം മോശം എന്ന് പറഞ്ഞ് തള്ളിക്കളയും, അല്ലെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് പറയാം. അങ്ങനെ അതിനോടുള്ള തയ്യാറെടുപ്പും പഠിക്കാനും വേണ്ടിയാണ് ഈ സമയം ചെലവഴിക്കുന്നത്. നിങ്ങൾ ഇനി അടുത്തവണ കൂടുമ്പോൾ ഇപ്പൊ ഇതൊരു ടൈറ്റിലോഗ്രഫി എന്നൊക്കെ പറഞ്ഞ പോലെ ഈ നമ്മുടെ ജെൻസിയുടെ സംസാരത്തിന്റെ വാക്കുകളുടെ ഒരു ചെറിയ ഡിക്ഷണറി ഉണ്ടാക്കി ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ വളരെ നന്നായിരിക്കും. എല്ലാം ചുരുക്കിയാണ് പറയുന്നത്. കൊളാബറേഷൻ എന്ന് പറയില്ല, കൊളാബ് ചെയ്യുന്നു എന്നേ പറയുള്ളൂ. പിന്നെ വേറെ ചില വാക്കുകൾ നമ്മൾ നേരത്തെ കേട്ടിട്ടില്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കും. ഒരു പട്ടി ഷോ നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയോ. ഇതിനൊരു ഡിക്ഷണറി ഉണ്ടാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇവരുമായിട്ടൊക്കെ സംസാരിച്ച് നമ്മുടെ ജീവിതം വളരെ സരസമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഉള്ളൂ. അതിനും കൂടെ നിങ്ങളൊരു ശ്രമം നടത്തണം. നിങ്ങളെല്ലാവരും വളരെ സീനിയർ പൊസിഷൻസിലെത്തുകയും ജീവിതത്തിൽ വിജയം കൈവരിക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കുന്നതിന് വളരെ സന്തോഷമുണ്ട്. പക്ഷേ വിജയത്തിന്റെ യഥാർത്ഥ അർത്ഥം സന്തോഷം എന്നുള്ളതാണ്. അത് എപ്പോഴും നമുക്ക് കൈവരിക്കാൻ സാധിക്കും. അതിന് ജോലിയോ ശമ്പളമോ ഒന്നും പ്രസക്തമല്ല. ചെറിയ ചെറിയ സന്തോഷങ്ങൾ, ഒരു മുളന്തണ്ട് കാണുമ്പോൾ അതിലൊന്ന് തഴുകി നോക്കുന്നതോ, രാവിലെ എണീക്കുമ്പോൾ ഒരു വാഴയിലയിൽ ഒരു തുള്ളി വെള്ളം ഇരിക്കുന്ന കാണുമ്പോൾ തൊട്ട് നോക്കുന്നതോ, മണലിൽ ചെരുപ്പൂരി വെച്ചിട്ട് നടക്കുകയോ, ഇടയ്ക്ക് നമ്മൾ പഴയ ഒരു അധ്യാപകനെ കാണുകയോ അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ വരികയോ ഒക്കെ ചെയ്യുന്നത് ജീവിതത്തിൽ വളരെ, അതായത് ഈ സന്തോഷം എന്ന് പറയുന്നത് ഇങ്ങനെ കിലോ കണക്കിനല്ല വരുന്നത്. അത് ചെറിയ ചെറിയ സ്വർണ്ണപ്പാളികൾ പോലെ ഇങ്ങനെ ചെറുതായിട്ട് വരുന്നൊരു സാധനമാണ്. വല്ലപ്പോഴും എനിക്ക് വരുന്നത്. അതിനെ നമ്മൾ ആസ്വദിക്കാൻ പഠിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ സന്തോഷവും ഉണ്ടാകട്ടെ. ഇത് 4 മിനിറ്റായിട്ട് പ്രഖ്യാപിക്കണമെന്ന് ഞാൻ അപേക്ഷിച്ചു. 2-3 സബ്മിഷൻസ് ഉണ്ട്. 5-6 ആൾക്കാർ മൊബൈൽ ഫോൺ അവിടെ വീണ് പൊട്ടുന്നത് കണ്ടു. അവർ യങ്ങാന്ന് വിചാരിച്ച് ഇങ്ങനെയൊക്കെ പിടിച്ചു വിടാൻ 2 പൊട്ടിയിട്ടുണ്ട്. സാർ, യു ആർ റെസ്പോൺസിബിൾ ആൻഡ് പ്ലീസ് പേ. അതൊന്ന്. പിന്നെ സാറ് അന്നേ സാറിൻ്റെ അടുത്ത് 4 പ്രാവശ്യം പറഞ്ഞു 4 മിനിറ്റ്. അപ്പം പിന്നെ സാറ് പറഞ്ഞു 4 മിനിറ്റ് ഞാൻ എവിടെയാണ് നിർത്തുന്നത്, അവിടെ 4 മിനിറ്റാണ്. ഞങ്ങളെല്ലാവരും അത് സമ്മതിച്ചു. പിന്നെ സാറ് ഒരു സാധനം പറയാൻ കുറേ ഡിലേ ചെയ്തു എന്ന് എനിക്കൊരു കംപ്ലൈന്റ് ഉണ്ട്. സാറ് നമ്മൾക്ക് ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ
എന്ന് 2-3 പ്രാവശ്യം നമ്മൾ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാത്തപ്പോഴും ടെസ്റ്റിൽ ലോ മാർക്സ് കിട്ടിയപ്പോഴും ഞങ്ങൾ റീസൺ പറഞ്ഞു നോക്കി, സർ തിയേറ്ററിൽ പോയതാണ്. അപ്പൊ സാർ ഡയലോഗ് അടിച്ചു, നിങ്ങൾ തിയേറ്ററിൽ പോവാതാണ് ഇതാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് സാർ പറയാണ് ഞാൻ എത്രയോ സിനിമ കണ്ടിട്ടുണ്ട്. അത് ഏതായാലും ശരിയായിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് അന്നേ ഞങ്ങൾ കൺസെഷൻ തരേണ്ടിയിരുന്നു. പിന്നെ KPP സാറിന്റെ അക്കാഡമിക് ബ്രില്യൻസിനെ പറ്റി നമ്മൾ കുറച്ചുകൂടി ഞാൻ കുറച്ച് സംസാരിച്ച് നോക്കിയപ്പോൾ ഒരാളെന്ന് പറയുന്നത് തെറ്റായിരിക്കും, ഞാൻ അതിനെപ്പറ്റി നോക്കിയപ്പോൾ നമ്മൾ ഇരുന്ന് ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പോൾ ഒരാളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ അടുത്ത് പറഞ്ഞു ഇതിൽ സാറിന് 3rd റാങ്ക് ആണെന്ന്. അപ്പോൾ ഓക്കെ 3rd റാങ്ക്. അപ്പം പറഞ്ഞു ഇതിൽ മാത്രമാണ് സാറിന് 3rd റാങ്ക് ഉള്ളൂ. അപ്പം ഞാൻ അപ്പം വിചാരിച്ചെന്ന് വെച്ചാൽ ഇതിൽ മാത്രമേ സാറിന് റാങ്ക് കിട്ടിയിട്ടുള്ളൂ 3rd എന്ന്. പിന്നെ ബാക്കിയൊക്കെ നോക്കുമ്പോഴേ ഫസ്റ്റ് എന്നാണ്. അപ്പോൾ അത് സാറ് കവർ ചെയ്തുകൊണ്ട് ഞാൻ അതിൽ കൂടുതലേക്ക് കവർ ചെയ്യുന്നില്ല സാർ. താങ്ക് യു സോ മച്ച് സാർ. സാർ പാട്ട് പാടിയോണ്ട് ഇനി ഞാൻ പാട്ട് പാടുന്ന ആരും ഭയപ്പെടണ്ട. ഓക്കെ. ആന്റണി സാർ റീതിങ് ഉണ്ടോ? Dear KPP Pillai, my dear colleagues and my dear alumni of the Kannur Engineering College. ഞാനും ആദ്യകാലത്ത് ഒരു സ്റ്റാഫായിരുന്നു. 87 മാർച്ചിൽ ഞാൻ അവിടെ കണ്ണൂർ ലാൻഡ് ചെയ്തതായിരുന്നു. എനിക്കിപ്പോൾ ഇവിടെ ഞാൻ തിരുവനന്തപുരം ഈ തെക്കൻ ജില്ലകളിലേക്ക് ഇവിടെ ട്രാവൽ ചെയ്തിട്ടുള്ളൂ, അല്ല അവിടെ നമ്മൾ ഇരുന്നിട്ടുള്ളൂ. അപ്പം കണ്ണൂർ പോവുക എന്ന് പറയുമ്പോൾ അന്ന് ഞങ്ങളുടെ ആൻഡമാൻ നിക്കോബാർ അല്ല ഈ അവിടോട്ട് എടുത്ത എക്സൈസ് പോലാണ് ആ സ്ഥലം. കണ്ണൂരെന്ന് പറഞ്ഞാലും ഭീതിയാണ്. നമ്മൾ റേഡിയോയിലൊക്കെ അല്ല പേപ്പറിലൊക്കെ വരുന്ന ന്യൂസ് അനുസരിച്ച്. പക്ഷെ എനിക്ക് കണ്ണൂർ മാർച്ച് 3-ാം തീയതി 87 ലാൻഡ് ചെയ്തു. ഞാൻ മാത്രമാണ് അവിടെ. എൻ്റെ ഫാമിലി ബാക്ക് ട്രാൻഡർ കിടക്കുകയായിരുന്നു. അവിടെ അവിടുത്തെ ആളുകളെയും എല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എനിക്കൊന്നു 2.5 ആദ്യത്തെ ടേമിൽ 87 മാർച്ച് തൊട്ട് 90 ഓഗസ്റ്റ് വരെ ഞാനവിടെ വർക്ക് ചെയ്തു. അപ്പോഴാണ് KPP പിള്ള സാറിൻ്റെ കൂടെ ഞാൻ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യാൻ എനിക്കൊരവസരം കിട്ടിയത്. അദ്ദേഹം നമ്മളെക്കാൾ ഫാർ സീനിയറാണ്. ഇവിടെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ 81 ഇരിക്കുമ്പോഴും അദ്ദേഹമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചില്ല. അദ്ദേഹം അന്ന് LBSൻ്റെ എനിക്കുന്ന പ്ലേസ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്ങിലും അങ്ങനെ പല ഡെപ്യൂട്ടേഷൻ പീരീഡിലായിരുന്നു. പിന്നെ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ അദ്ദേഹം പ്രിൻസിപ്പളായിട്ട് വന്നപ്പോഴാണ് അവിടെ വർക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു മിക്കവാറും മോർ ദാൻ 1 ഇയർ കൊണ്ട് അദ്ദേഹമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മളന്ന് കണ്ടിരുന്നു. അദ്ദേഹം അന്ന് കോളേജിൽ വന്നു കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അവിടുത്തെ കുറേ ആളുകൾ വന്ന് അവിടെ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു. അപ്പോൾ എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഞാനൊക്കെ അന്നൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരുന്നു, എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അവിടുത്തെ സീനിയർ സിറ്റിസൻസിനെയും അവിടുത്തെ ഇൻഡസ്ട്രിയൽസിനെയൊക്കെ വിളിച്ചിട്ട് ഈ കണ്ണൂർ കോളേജിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെ വേണം എന്നൊക്കെ ചിന്തിക്കാൻ വേണ്ടിയുള്ള ഒരു മീറ്റിംഗ്, നല്ല ഗ്യാതറിങ് അവിടെ അന്ന് ആ കാലത്ത് ഈ ബിഗിനിങ്ങിൽ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ നമ്മളങ്ങ് പോയി. അന്ന് ഇങ്ങനെ കണ്ണൂരിൽ ഈ വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ്സിലൊക്കെയുള്ള കാതർകുട്ടി സാറൊക്കെ അവിടുത്തെ ചീഫ് ഇൻഡസ്ട്രിയലിസ്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു മീറ്റിംഗ് ഇങ്ങനെ എന്നും ഭയങ്കര ബിസി ആയിട്ടുള്ള കാലമായിരുന്നു. അദ്ദേഹം എനിക്കൊന്ന് കോളേജിലെ 3ാമത്തെ പ്രിൻസിപ്പളായിട്ടാണ് അവിടെ ജോയിൻ ചെയ്തത്. ഞാൻ പിന്നെ 90 കഴിഞ്ഞ് ഇനി വന്നു. 91 സാറും ഇവിടെ കോളേജിൽ വന്നു. 92 അദ്ദേഹം റിട്ടയർ ചെയ്ത് പോവുകയും ചെയ്തു. ഇത്രയാണ് അതുമായിട്ടുള്ള ആദ്യത്തെ ബാച്ചിലെ എൻ്റെ സ്റ്റുഡൻസ് ഇവിടെ പലരും ഉണ്ട്. ചില സബ്ജക്റ്റുകളൊക്കെ നമ്മളന്ന് അവർക്ക് പഠിപ്പിച്ചു കഴിഞ്ഞാൽ 90-ലങ്ങ് ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ 2 സ്പെല്ലിൽ ഞാൻ അവിടെ പോയി അസിസ്റ്റ് പ്രൊഫസറും പിന്നെ പ്രിൻസിപ്പളുമായിട്ട് 2002 കാലത്തിൽ പ്രിൻസിപ്പളുമായിട്ട് അവിടെ നിന്നു തിരിച്ചിവിടെ വരികയായിരുന്നു. ഏതായാലും നിങ്ങൾ നമ്മളെല്ലാം ഓർമ്മിപ്പിച്ചതിന് വളരെ നന്ദി. എന്നെ നമ്മളെയൊക്കെ വിളിച്ചതിനും വളരെ നന്ദി.
നന്ദി, നമസ്കാരം. May I request John sir to kindly come and address the gathering. വേദിയിലുള്ള ഗുരുബോധന്മാരെ, എൻ്റെ പ്രിയ കുട്ടികളെ എന്ന് പറയുന്നില്ല, പ്രിയ കൂട്ടുകാരെ, അച്യുത് ശങ്കർ സാറിൻ്റെ ത്രില്ലിംഗ് പ്രസംഗത്തിന് ശേഷം ഞങ്ങളെ പോലെ കുറച്ച് പേര് ഇനി പറയുന്നതിലൊരു അർത്ഥമില്ല എന്നറിയാം, എങ്കിലും കുറച്ച് ഓർമ്മകൾ ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നു. 3 മിനിറ്റ് കൂടിയാൽ ക്ഷമിക്കുക. കാരണം KPP സാറുമായിട്ട് കുറച്ച് കാലത്തെ 1 വർഷത്തോളം പരിചയമുണ്ടായിരുന്നു. സാറായിരുന്നു അക്ഷരാർത്ഥത്തിൽ എൻ്റെ ഒരു മോഡൽ. സാറ് നമ്മുടെ നിങ്ങൾക്കറിയാം വർക്ക്ഷോപ്പിൻ്റെ മേലെയുള്ള ഒരു കെട്ടിടത്തിലായിരുന്നു ഓഫീസ് റൂം. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രപ്പോസലും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോയായിരുന്നു. ഞാൻ പ്രപ്പോസൽ എഴുതുന്നതിൽ വളരെ വിദഗ്ധനായിരുന്നു. കാരണം മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഈ ഉള്ള എക്യുപ്മെൻറ്റിലൊക്കെ ഞാനും വിശ്വംബര സാറും ഒക്കെ എഴുതിയ എക്യുപ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സാറിൻ്റെ അടുത്ത് നമ്മളൊരു പ്രപ്പോസലുമായിട്ട് ചെന്നാൽ സാറ് ഒന്നും ചോദിക്കാറില്ല, ഗോ അഹെഡ് എന്നാണ് പറയുക. അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലപാടാണ്. പിന്നീട് ഒരു 2 വർഷത്തെ കാലത്തോളം പ്രിൻസിപ്പാളായിട്ടിരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോഴും കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ആദ്യമായി അക്രഡിറ്റേഷൻ നേടിയെടുക്കാനുള്ള കോർഡിനേറ്റർ ഞാനായിരുന്നു. അതുപോലെ 2ാമത്തെ അക്രഡിറ്റേഷനിൽ പോകുമ്പോഴും അവിടെ പ്രിൻസിപ്പാളായിട്ട് കഷ്ടകാലത്തിനാണോ നല്ല കാലത്തിനാണോ അതിൽ ചാർജും ഉണ്ടായിരുന്നു. അപ്പോൾ 2 കട ഡ്യൂട്ടി ആയപ്പോൾ അപ്പോഴും എൻ്റെ മോഡൽ KPP പിള്ള സാറായിരുന്നു. അന്ന് PTA ഫണ്ടിലുണ്ടായിരുന്ന സകല ഫൈനാൻസും വിഡ്രോ ചെയ്യാൻ എന്താ പറയുക, അന്ന് പ്രിൻസിപ്പാളെന്ന നിലയിൽ ചെയ്തു. കിട്ടുന്ന ഫണ്ടെല്ലാം എടുത്ത് നമ്മുടെ നിങ്ങളിപ്പോൾ കണ്ണൂർ എഞ്ചിനീയറിംഗ് പോകുന്ന ആ പേയ്മെൻ്റൊക്കെ ഇൻ്റർലോക്ക് ചെയ്ത് വൃത്തിയാക്കി. SFIക്കാർ ആ സമയത്ത് സമരവുമായിട്ട് വന്നു. സാറിവിടെ എന്താണ് വനനശീകരണമാണ്, അവിടെയുള്ള എന്താണ് എൻവയറമെന്റ് പൊല്യൂഷൻ ആണെന്നൊക്കെ പറഞ്ഞ് സമരമൊക്കെ ആയി വന്നെങ്കിലും ഒട്ടും ഞാനും രഘുത്തമൻ സാറും കൂടെ കൂടി അവിടെ ആ കോളേജ് ക്യാമ്പസ് ഒരു പുതിയ ഒരു എന്താ പറയുക ഒരു സാമ്രാജ്യമാക്കി മാറ്റി. എല്ലാവരും പറഞ്ഞ് ഓഡിറ്റ് പ്രശ്നമുണ്ട്, പക്ഷെ റിട്ടയർ ചെയ്തിട്ടായാലും 6 വർഷമായി ഇതുവരെ ഓഡിറ്റൊന്നും വന്നിട്ടില്ല. അതൊക്കെ KPP പിള്ള സാറിൻ്റെ ഒരു ധൈര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നുള്ളൂ. ഏതായാലും എനിക്ക് ഈ ഒരു എന്താ പറയുക ഇതൊരു പ്രത്യേക ഒരു ഗ്യാതറിംഗ് ആണ്. കാരണം ആ ഒരു നമ്മൾ ഇരിക്കുന്ന ഹാളിലെ എനർജി, ആ പോസിറ്റീവ് എനർജി, നമ്മൾ ഈ ഒരേ ഹൃദയമുള്ള ആൾക്കാരുടെ ആ ഒരു ഓറയിലുള്ള ഇൻട്രാക്ഷൻ വരുമ്പോഴുള്ള ആ ഒരു റിവറബ്രേഷൻ ഒരു പ്രത്യേക അനുഭവമാണ്. ഞാനെപ്പോഴും ഇങ്ങനെ ഈ കുട്ടികൾ ഗ്യാതറിങ്ങിന് വിളിച്ചാൽ പോകും. കാരണം നമ്മൾ അതൊരു അനുഭവമാണ്, നമുക്ക് വീണ്ടും വീണ്ടും എനർജൈസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരായി എന്നറിയാം. കാരണം ആ ബുർജുൽ ഖലീഫയ്ക്കും മേലെ എത്തിയ ആൾക്കാരുണ്ട് ഇവിടെ. അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. കാരണം നമ്മളൊക്കെ കൈകാര്യം ചെയ്ത് വിട്ട കുട്ടികളാണല്ലോ. കാരണം നിങ്ങളൊക്കെ സമരത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മുമ്പിൽ കെട്ടിപ്പടുത്തതാണ് കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്. ഇപ്പോൾ ഒരു ആദ്യത്തെ ഒരു 10 റാങ്കിങ്ങിൽ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് വരും. അതിന് അടിത്തറ ഭാഗം നിങ്ങളും KPP സാറും കൂടെ ആണെന്ന് നിസ്സംശയം പറയാൻ പറ്റും. എനിക്കൊരു ഓർമ്മയുണ്ട്, 90 ഏപ്രിലാണ് ഞാൻ അവിടെ വന്നത്. അപ്പോൾ ഇപ്പം നമുക്കറിയാം ഇപ്പോഴത്തെ സ്കൂളിലൊക്കെ കയറിയാൽ നമ്മുടെ കോളേജിനേക്കാളും ഗംഭീരമാണ്. അപ്പം ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത ക്ലോസ് ചെയ്യാൻ പോകുന്ന സ്കൂളിലാണ് നിങ്ങളുടെയൊക്കെ ബാല്യകാലം. 86 തൊട്ട് 90 വരെ നിങ്ങൾ ചെയ്ത കഷ്ടപ്പാടുകൾ ഞാൻ കണ്ടില്ല. കാരണം പക്ഷെ ഞാൻ കേട്ടറിഞ്ഞിരുന്നു നിങ്ങളുടെ കഷ്ടപ്പാട്. കാരണം നിങ്ങൾ ആ സ്കൂളിൽ ഞാൻ ക്ലാസ് എടുക്കാൻ ആദ്യമായിട്ട് പോകുന്നത് എനിക്ക് അന്നൊക്കെ സാർമാരൊക്കെ കുറവാണ്. കഷ്ടകാലത്തിന് കിട്ടിയത് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റായിരുന്നു മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല, അയൺ കാർബൺ ഡയഗ്രം എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ കാണാപ്പാടം പഠിച്ച് എന്താ പറയുക. ഇപ്പം എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് പിന്നീട് അങ്ങോട്ട് ഓപ്പറേഷൻസ് റിസർച്ച് ആയിരുന്നു, പിന്നെ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്. പക്ഷെ പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അത് കുഴപ്പമില്ലാതെ എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് വേണം പറയാൻ. പിള്ളേരാരും ഇതുവരെ എന്നെ ക്ലാസ്സിനെ കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. ഏതായാലും ആ ഒരു മരപ്പട്ടിക ഭാഗി അവിടെ മഴക്കാലത്തായിരുന്നു ക്ലാസ് തുടങ്ങിയത്.
ഈ മഴ പെയ്യുമ്പോൾ ആ സ്കൂളിന്റെ ചുറ്റും ഒന്നും കേൾക്കുന്നൊന്നുമില്ല. അന്ന് മൈക്കൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് മൈക്കും കോളർ മൈക്കും ഒക്കെ വെച്ച് പറയാം. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഈ കോളേജിനെ ഈ എന്താണ് അവസ്ഥയിലാക്കി തീർത്തത് നിങ്ങളാണെന്ന് ഒരു മടിയും കൂടാതെ എനിക്ക് പറയാൻ പറ്റും. ഏതായാലും ഇങ്ങനെ ഒരു അവസരം തന്നതിൽ നിങ്ങളെല്ലാം അഭിനന്ദിക്കുക. ഇനിയും നിങ്ങൾ ഇതുപോലെയുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക, വിളിക്കുക. ഞങ്ങൾ വരാൻ തയ്യാറാണ്. പിന്നെ ഉപദേശങ്ങളൊന്നും തരുന്നില്ല, എന്നാലും എന്താ പറയുക, നിങ്ങൾ പറയാൻ പോകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ഇതും ഒരു പഠിക്കാനുള്ള അവസരമാണ്. ഇപ്പൊ നമ്മുടെ അച്ഛാമ്മ ടീച്ചർ അവിടെ ചെന്ന് ചേട്ടായി എന്ന് വിളിക്കാൻ പഠിച്ചതുപോലെ നമ്മളിങ്ങനെ ഓരോ അവസരത്തിലാണ് ഇങ്ങനെ നമ്മുടെ പഠനം മുമ്പോട്ട് പോകുന്നത്. അതുപോലെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ ബിനിൽ പറഞ്ഞ പോലെ KSIDC സർക്കാർ ജോലിയിൽ എനിക്ക് കുറച്ചൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് അഭിമാനത്തോടെ പറയുമ്പോൾ അത് ഒരു മഹത്തായ കാര്യമാണ്. അപ്പൊ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി, നമസ്കാരം. സാറ് യങ്സ്റ്റേഴ്സിനെ മിസ്ലീഡ് ചെയ്യരുത്. സാറ് പറഞ്ഞത് സാറ് പ്രൊപ്പോസലൊക്കെ തയ്യാറാക്കുന്നതിൽ എക്സ്പേർട്ട് ആയിരുന്നു. ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാർ തെറ്റിദ്ധരിക്കും. സാർ അത് കറക്റ്റായിട്ട് പറയണം പ്ലീസ്. ഓക്കെ, ഞാൻ ആക്ച്വലി 2 അനൗൺസ്മെന്റ് ചെയ്യണം. അതിപ്പോൾ രവിയേട്ടൻ എന്നെ 2ാമത്തെ പ്രാവശ്യം പിടിച്ചിട്ടാണ്, ചെവി പിടിച്ചിട്ടില്ല എന്നുള്ളൂ. ഞാൻ വളരെ യങ്സ്റ്ററാണ്. രവിയേട്ടൻ എന്നെ കണ്ട് ഭയങ്കര മുഖത്താണ്. യങ്സ്റ്ററാണെന്ന് നിങ്ങൾക്ക് കണ്ടറിയാമെന്നറിയാം. രവിയേട്ടൻ ഞങ്ങളൊക്കെ ആക്ച്വലി സ്റ്റുഡൻസിൻ്റെ മാതിരിയാണ് ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്തതിന് ശേഷം രവിയേട്ടൻ വിളിക്കും എല്ലാവരും, എന്നിട്ട് പറയും ഞാൻ ഡ്രൈവ് ചെയ്യാണ്, ഇപ്പം നെക്സ്റ്റ് 1.5 hours ഡ്രൈവ് ചെയ്യായിരിക്കും. അപ്പോൾ കുറേ ഇൻസ്ട്രക്ഷൻസ് തരും. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, പൊന്നാണ് വാങ്ങി. നമ്മളിതൊക്കെ കുറേ എഴുതി വെക്കും, കുറേ മറക്കും. രവിയേട്ടൻ വിളിക്കുമ്പോഴും നമ്മൾ എഴുതാൻ പറ്റുന്ന എവിടെയെങ്കിലും പുറമേക്ക് ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഡേ പിന്നെയും വിളിക്കും, പിന്നെയും സെയിം ക്വസ്റ്റ്യൻസ് ചോദിക്കും, പിന്നെ അത് നമ്മൾ മറക്കും. അങ്ങനെ രവിയേട്ടൻ മെറ്റിക്കുലസ്ലി ഫോളോ ചെയ്ത് പല കാര്യങ്ങളും ചെയ്യിപ്പിച്ചു. അതുപോലെ ഇപ്പോൾ ഈ പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷം എൻ്റെ അടുത്ത് 2 കാര്യം പറഞ്ഞു, ഞാനത് മറന്നു. അപ്പോൾ ഇപ്പം 3ാമത്തെ പ്രാവശ്യം രവിയേട്ടൻ വാർണിംഗ് തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കത് അനൗൺസ് ചെയ്യണം. ഒന്നെന്താണെന്ന് വെച്ചാൽ 6:30, 8:30 നമുക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള ടൈം ഉണ്ടെന്ന്. അതൊന്ന്. രണ്ടാമത്തേത് രവിയേട്ടൻ 3 പ്രാവശ്യം പറഞ്ഞു. അതിനുകൊണ്ട് ഞാൻ പറയാൻ മറന്നു, ആദ്യം പറയേണ്ടതായിരുന്നു. നമ്മൾ കുറേ ടീച്ചേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു. പക്ഷേ പല ടീച്ചേഴ്സിനും ഇവിടെ ഫിസിക്കലി പ്രസന്റ് അല്ലാത്തതുകൊണ്ട് ഇവിടെ വരാൻ പറ്റില്ല എന്നുള്ള റിഗ്രറ്റ്സ് അറിയിച്ചു. അതും എല്ലാവരെയും അറിയിക്കണമെന്ന് പറഞ്ഞു. ഞാനത് പറയാൻ മറന്നു. എനിവേ ഞാനിപ്പോൾ അത് ഇൻഫോം ചെയ്യാണ്. ശശികുമാർ സാറ് സ്ഥലത്തില്ല, ഹൈദരാബാദിൽ ബാംഗ്ലൂർ പോയതാണ്. അപ്പം ഫിസിക്കലി പ്ലേസിലില്ല. എന്താ വെച്ചാൽ 2-3 ആൾക്കാർ ശശികുമാർ സാറിനെ പറ്റി ഓക്കെ, ഞാൻ കൺഫ്യൂസ്ഡ് ആയി 2 ശശികുമാർ സാറിനെ പറ്റി. ശശികുമാർ സാറ് HOD ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബാംഗ്ലൂരാണ്. സാറിന് വേറെ എന്തോ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല. മറ്റേത് ലോക്കലി അവൈലബിൾ ശശികുമാർ സാറ്, അത് സാറ് ഹൈദരാബാദ് പോയി. സോ ഐ ഹാവ് ക്ലാരിഫൈഡ് ബോത്ത്. ഓക്കെ, now may I request Dinesh Babu sir to kindly address the gathering. ഗുഡ് ഈവനിങ്. എത്രയും ബഹുമാനപ്പെട്ട അതുപോലെ പ്രിയപ്പെട്ടതുമായ KP പരമേശ്വരൻ പിള്ള സാർ, ഞങ്ങളൊക്കെ KPP സാർ എന്ന ചുരുക്കി വിളിക്കുന്നു. സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ജീവിതത്തിലെ, ഔദ്യോഗിക ജീവിതത്തിലെ ആദ്യത്തെ RTC, അതായത് അധ്യാപകനായിട്ട് 3 വർഷം ഞാൻ ഗസ്റ്റ് ലെക്ചറായിട്ട് തൃശ്ശൂർ വർക്ക് ചെയ്തുവെങ്കിലും അതൊരു സർവീസ് പീരീഡ് ആയിരുന്നില്ല. ശരിക്കുള്ള ആ ഒരു സർവീസിലേക്ക് പ്രവേശിക്കുന്ന ആദ്യത്തെ ആ ഒരു ഒപ്പുവെച്ചത് സാറിൻ്റെ മുമ്പിൽ വെച്ചാണ്. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ഓർക്കുന്നു. അപ്പോൾ പിള്ള സാറിനെ ഓണർ ചെയ്യുന്ന ഇങ്ങനെ ഫങ്ഷൻ വെക്കുന്നുണ്ട്, ജോസാണ് എന്നെ വിളിച്ചറിയിച്ചത്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വരും. ഇപ്പോൾ തന്നെ അതിൻ്റെ മറുപടി പറഞ്ഞു. പിന്നെ നമ്മുടെ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ്, ഞാൻ 31 വർഷം എൻ്റെ സർവീസ് മുഴുവനും ചെലവഴിച്ച കോളേജ്, അതിൻ്റെ ശൈശവ ബാല്യ ദശകളിൽ അതിൻ്റെ ട്രിഗർ, അതിൻ്റെ ജീവൻ മുന്നോട്ട് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ശൈശവം ബാല്യം എന്നതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ എല്ലാവിധ അടിത്തറയും പാകിയ മഹത് വ്യക്തി തന്നെയാണ് പിള്ള സാർ എന്നുള്ളത് ഇതുവരെ കേട്ട അഭിപ്രായങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്.
നേരത്തെയും ഞങ്ങൾക്കെല്ലാം അത് അറിയാവുന്ന സത്യം തന്നെയാണ്. മങ്ങാട്ടുപറമ്പിലെ ക്യാമ്പസ് ഉറപ്പിച്ച് അവിടുത്തെ ആദ്യത്തെ ബിൽഡിങ്ങുകൾ ABC ബ്ലോക്കുകൾ എപ്പോഴും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് അതിൻ്റെയൊക്കെ തുടക്കം കുറിച്ചതും അതുപോലെ പല പദ്ധതികളും തുടക്കം കുറിച്ചതും സാറ് തന്നെയാണ്. 2-3 വർഷങ്ങളിൽ പ്രിൻസിപ്പളായിട്ട് 89 to 91 കാലഘട്ടത്ത് സാറ് കോൺട്രിബ്യൂട്ട് ചെയ്തത് സാറിന് സാധിക്കുന്ന പരമാവധി ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് നമുക്കെല്ലാം ഒരു മാതൃക തന്നെയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ എടുത്തു പറയാനുണ്ട്. THSൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു നമ്മുടെ ലൈബ്രറിയുടെ ക്ലാസിഫിക്കേഷൻ വർക്ക്, അത് സാറിന്റെ ഒരു നേതൃത്വത്തിൽ തന്നെയായിരുന്നു അതുണ്ടായത്. അത് വീണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പോൾ വലിയൊരു ലൈബ്രറി ബ്ലോക്കായിട്ട് തന്നെ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ണൂരിൽ ബേസ് ചെയ്തിട്ട് തന്നെ ഇത് പറയാൻ സാധിക്കും. അതിനുപരി ഏകദേശം എൻ്റെ സർവീസിന്റെ അവസാന ഘട്ടങ്ങളിൽ എത്തുമ്പോൾ നമുക്ക് ടീച്ചേഴ്സിന് വേണ്ടിയുള്ള പ്രോഗ്രാം, ഷോർട്ട് ടേം പ്രോഗ്രാംസ് നടത്തുകയുണ്ടായി. ധാരാളം പ്രോഗ്രാംസ് അന്ന് നടത്തിയ കൂട്ടത്തിൽ സാറ് നടത്തിയ പ്രോഗ്രാം ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഇപ്പോഴും അത് ഞാൻ എപ്പോഴും പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. മൈക്രോ ടീച്ചിങ്ങിൽ നല്ലൊരു ക്ലാസ് എല്ലാ അധ്യാപകർക്കും, അന്ന് അവിടെ കോളേജിലുണ്ടായ എല്ലാ അധ്യാപകർക്കും നടത്തുകയുണ്ടായി. അതിൽ പറഞ്ഞിട്ടുള്ള ഓരോ പാഠങ്ങളും നമ്മുടെ പ്രവൃത്തിയിൽ ഞങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. തിരി തെളിയിച്ച ആ വെളിച്ചം മറ്റുള്ളവർക്ക് അത് പകർന്ന് നമ്മൾ നൽകുന്നു. അങ്ങനെ ഹീസ് എ ടീച്ചർ ഓഫ് ടീച്ചേഴ്സ്, അധ്യാപകരുടെ അധ്യാപകനായിട്ട് അങ്ങനെ സൂര്യനെ പോലെ ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സൂര്യനിൽ നിന്നാണ് ബാക്കിയുള്ളവർക്ക് എല്ലാവിധ എനർജിയും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള പിള്ള സാറിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ അധ്യാപക അതുപോലെ അലുമിനി അംഗങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു.